ഫുട്ബോൾ ലോകത്തെ രണ്ട് ഇതിഹാസങ്ങളെന്നോ അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് സുഹൃത്തുക്കളെന്നോ ഇതിഹാസ താരമായ ലയണൽ മെസ്സിയെയും നെയ്മറിനെയും കുറിച്ച് ഫുട്ബോൾ ലോകം പറയുന്നുണ്ടാകും. ഇരുവരും ബാഴ്സലോണ എന്ന ടീമിലുണ്ടായിരുന്ന സമയത്ത് നിരവധി നേട്ടങ്ങളാണ് ബാഴ്സലോണ ടീമിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് നെയ്മർ ജൂനിയറും ലയണൽ മെസ്സിയും ബാഴ്സലോണ ഉണ്ടായിരുന്ന സമയത്തെ ഒരു കൗതുകരമായ വാർത്തയെക്കുറിച്ച് നെയ്മർ ജൂനിയർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ ബാഴ്സലോണയ്ക്ക് വേണ്ടി സൈൻ ചെയ്തതിന് ശേഷം ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിൻ്റെ കളിമികവിനെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും പഠിക്കാൻ ശ്രമിച്ചു. ഒരിക്കൽ ഞാൻ ലയണൽ മെസ്സി എന്ന താരത്തോട് ചോദിച്ചു, ഫുട്ബോൾ ലോകത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന്. ഉടൻ തന്നെ ലയണൽ മെസ്സി അതിന് ഉത്തരം പറഞ്ഞത്, എനിക്ക് ഫുട്ബോൾ ലോകത്ത് ശത്രുക്കളാരുമില്ല, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നിരുന്നാലും ഞാൻ നിർബന്ധിച്ച് ചോദിച്ചു, എന്തിനെയാണ് നിങ്ങൾ വെറുക്കുന്നത്, എന്തിനെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് ഫുട്ബോൾ ലോകത്ത് എന്ന്. ഉടൻ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞത്, എൻ്റെ പ്രായത്തെ ഞാൻ പേടിക്കുന്നു എന്നാണ്. എൻ്റെ പ്രായം എനിക്ക് വേണ്ടി കാത്തു നിൽക്കില്ല, ഒരിക്കൽ പോലും അതെനിക്ക് വേണ്ടി ഒരു ദയയും കാണിക്കില്ല. അതുകൊണ്ട് തന്നെ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് എനിക്ക് അർജൻറ്റീനയുടെ കൂടെ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കണം. ഞാനപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കിപ്പോൾ നിരവധി ബാലൻ ഡി ഓർ ഉണ്ടല്ലോ എന്ന്, അത് കൊടുത്തുകൊണ്ട് ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളത് ചെയ്യുമോ എന്ന്. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും എനിക്ക് അർജൻറ്റീനയുടെ കൂടെ ഒരു വേൾഡ് കപ്പ് നേടണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. ലയണൽ മെസ്സിയുടെ ജീവിതം ഒരു സിനിമ പോലെയാണെന്നും എല്ലാ കഷ്ടതകൾക്കും ഒടുവിൽ അവൻ അവസാനം വരെ പിടിച്ചു നിൽക്കുകയും ക്ലൈമാക്സിനോടടുക്കുമ്പോൾ അവൻ എല്ലാം നേടുകയും ചെയ്യുന്നു എന്ന് നെയ്മർ ജൂനിയർ കൂട്ടിച്ചേർത്തു.